ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ യെശയ്യാവിന്റെ പുസ്തകം 7:14 ഉൽപ്പത്തി പുസ്തകം 3:15 തമ്മിലുള്ള വ്യത്യാസം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാവ് പറയുന്നു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അതൊരു പ്രവചനമാണ്. നടക്കാൻ പോകുന്ന സംഭവം യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രവചനം നിവൃത്തി ഉണ്ടായി. ആ കന്യക നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയ. ആ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇനിയും അടുത്തത് സംഭവിക്കുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഇവിടെ കന്യകയുടെ സന്തതി എന്നുള്ള പദമല്ല ഉപയോഗിക്കുന്നത്, സ്ത്രീയുടെ സന്തതി. കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകിയോടുകൂടി കന്യക ഒരു സ്ത്രീയായി മാറി. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയ തന്നെയാണ്. ആ മറിയയുടെ സന്തതിയായ യേശുക്രിസ്തു സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ക്രൂശിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. എനിക്കും നിങ്ങൾക്കും വിരോധമായി നിന്ന പൈശാചിക ശക്തിയുടെ അധികാര കേന്ദ്രത്തെ കർത്താവ് തൻ്റെ മരണത്താൽ തകർത്തിരിക്കുന്നു. ഇനി നമുക്ക് ജയത്തിൻ്റെ നാളുകൾ.